ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാനതിന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഒരാളുടെ മനസ്സിലായിരിക്കും ഒരു ചിന്തയുണ്ടാകുന്നത്. പക്ഷേ ആ ചിന്ത വളരെ പെർഫെക്റ്റായിട്ടുള്ളൊരു ചിന്തയാണെന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ വിദേശത്തൊക്കെ ആളുകൾ ഒരു തിരക്കഥ ഉണ്ടാക്കുന്ന 5-6 ആൾക്കാർ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ്. നമ്മുടെ നാട്ടിലാണ് ആ രീതിയില്ലാത്തത്. അതൊന്നും ഒരു തെറ്റേ അല്ല. കാരണം തെറ്റല്ല എന്നല്ല, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ആളെ കിട്ടില്ല. ബോധമില്ലാത്ത കുറേ ആൾക്കാർ ഒന്നിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്രയോജനമില്ല. ഇതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ധാരണ വേണമല്ലോ. ഇപ്പോൾ സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിൽ ഇപ്പം അവിടെയൊക്കെ സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. അതൊക്കെ ഏജൻസി ഇതാണ്. വിദേശത്തൊക്കെ പ്രൊഫഷണലിസം വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് പിന്നെ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു ഡയറക്ടർക്ക് കൊടുക്കലൊന്നും അല്ല അവിടുത്തെ രീതി. ഏജൻസി സ്ക്രിപ്റ്റ് പരിശോധിക്കും. കുറേ ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ഏജൻസിയാണ് ഇത് സിനിമയാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ അതിന് ഈ സ്ക്രിപ്റ്റ് വായിച്ച് പിന്നെ അതിൻ്റെ പോസിബിലിറ്റി പ്രവചിക്കാനായിട്ടുള്ള വിദഗ്ധന്മാർ ഉണ്ട്. അപ്പോൾ അതിൽ ആ കാര്യത്തിൽ അവർ എക്സ്പേർട്സ് ആയിരിക്കും. അങ്ങനത്തെ സംഭവമൊന്നും ഇവിടെ ഇല്ല. അതെല്ലാം വരും. അതൊക്കെ അങ്ങനെയാണ് ശരിക്കും ഈ പ്രൊഫഷണലിസം പതുക്കെ അതിലേക്ക് നമ്മൾ വരേണ്ടി വരും. രാഷ്ട്രീയത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്നും വായിക്കുന്ന പിന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. പിന്നെ സ്ത്രീ പീഡനം ആയാലും മോഷണമായാലും രാഷ്ട്രീയത്തിലെ അഴിമതി ആയാലും ഇതെല്ലാം നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. ഈ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതേപടി സിനിമയേക്കാൾ അത് കാണേണ്ട ആവശ്യം പ്രേക്ഷകനില്ല. അത് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞു. അവിടെയാണ് ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന ആളുടെ പ്രസക്തി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ മുഴുവൻ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനകത്ത് കലാപരമായ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടത്താൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ മാത്രമേ അത് ആസ്വാദ്യകരമായിട്ട് മറ്റുള്ളവന് തോന്നുള്ളൂ. അല്ലെങ്കിൽ പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പത്രവുമായിട്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. പത്രത്തിലുള്ളത് അതേപോലെ കാണാനായിട്ടൊരു സിനിമയുടെ ആവശ്യം എന്താ? അപ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമയായാലും അതുപോലെയുള്ള പല സിനിമകളും നോക്കിയോ. അപ്പോൾ പൊളിറ്റിക്സാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥ പൊളിറ്റിക്സ് അല്ല കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ രസകരമൊന്നും അല്ലല്ലോ. സിനിമ ആർക്കും എടുക്കാം. പക്ഷേ എന്ത് സിനിമ ആരെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാർ, ഞാനൊരു ഡയറക്ടർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്, പിന്നെ ആളെ കാണിക്കാനോ എൻ്റെ സിനിമയാണ് എന്തിനാ ആൾ കാണുന്നു? ആൾ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സമാധാനത്തിനും എൻ്റെ സംതൃപ്തിക്കും വേണ്ടി ആണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്നത്. ആൾ കയറിയാൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ തടിച്ച് കൂടിയിട്ട് എൻ്റെ സിനിമയ്ക്ക് വന്നാൽ ആ സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ ഒരു ഡയറക്ടർ ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. കേരളത്തിലുള്ള ആൾ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ പറയുമ്പം, അങ്ങനെ ചിന്തിക്കുമ്പോൾ ആർക്ക് എന്ത് സിനിമയും ആർക്കും എടുക്കാം. പുതിയ ടെക്നോളജി പ്രകാരം ആർക്കും സിനിമ എടുക്കാം. പക്ഷേ എന്തെടുക്കുന്നു, മറ്റുള്ളവർക്കും കൂടി കാണാനാണോ ഇതെടുക്കുന്നത് എങ്കിൽ അവൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരും. ആദ്യം വേണ്ടത് എന്താണ്, എന്തിനാണ് സിനിമ എടുക്കുന്നത് എന്നുള്ള ചോദ്യം. നമ്മൾ ഇന്നലെ വരെ എടുത്തിട്ടില്ലാത്ത പുതിയ ഒരു കാര്യം ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പറയാൻ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് സിനിമ എടുക്കാം. ഇന്നലെ പറഞ്ഞതാവരുത്. ഇന്നത്തെ ആരും പറയാത്ത പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സിനിമയായിരിക്കണം അത്. കുറേ സിനിമ, ഇപ്പം കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് സിനിമ എടുക്കണം എന്ന് പറയും. ഇപ്പം സിനിമ വ്യവസായം നിന്ന് പോയാൽ കുറേ പേരുടെ ജോലി പോകും. അതുകൊണ്ട് കുറച്ച് സിനിമ എടുത്തോളാം. സോവിയറ്റ് റഷ്യയിൽ 30 സിനിമ ഒരു വർഷത്തിൽ ഇറങ്ങുന്നുള്ളൂ എന്നാണ് പറയുന്നത്. സോവിയറ്റ് റഷ്യയിൽ വലിയൊരു രാഷ്ട്രം ആണ്. കേരളം പോലെയുള്ള സ്ഥലത്ത് 150 സിനിമ ഇറങ്ങുകയാണ്. മിക്കതും വേണ്ടാത്തതാണ്. ഇതേപോലെയുള്ള ആൾക്കാർ എടുക്കുന്നതായിരിക്കും മിക്കതും.
ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത കുറേ പടങ്ങൾ. അതുകൊണ്ടല്ലേ ഇപ്പം ഒരു വർഷം ഇറങ്ങുന്ന ചിലപ്പോൾ 5 സിനിമകളെ ശ്രദ്ധിക്കുള്ളൂ. ബാക്കിയൊക്കെ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, ഇതേപോലെയുള്ള പിന്നെ ഞങ്ങളും സിനിമ എടുക്കുന്നുള്ള വാശി പോലെ കുറേ ആൾക്കാർ എടുക്കുന്നുണ്ടാവും. അതൊന്നും ശരിയായ രീതിയിലുള്ള ഒരു സംഗതിയല്ല. എല്ലാ സ്ഥലത്തും പ്രേക്ഷകനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ആളുകൾ അമേരിക്കയിലൊക്കെ ഒരു ഘട്ടം ആയപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ കുറഞ്ഞിരുന്നു, ടെലിവിഷൻ്റെ വരവോട് കൂടിയിട്ട്. ടെലിവിഷൻ വന്ന കാലത്ത്, നമ്മളെക്കാളും എത്രയോ കാലം മുമ്പ് അവിടെ ടെലിവിഷൻ വന്നു. പക്ഷെ പിന്നീട് സ്പീൽബർഗിനെ പോലെയുള്ള സംവിധായകർ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ ഈ സിനിമയുടെ ശരിയായ അർത്ഥത്തിൽ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റൂ എന്നവർ വരുത്തി തീർത്തു. അങ്ങനെ തിയേറ്ററിലേക്ക് വീണ്ടും ആളുകൾ വന്നു. ഇപ്പോൾ ചാനലായാലും തിയേറ്ററായാലും എന്തായാലും ഇതൊക്കെ കാണുന്ന ആളുകളെ തന്നെയാണ് എല്ലാവരും ഉന്നമിക്കുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും പറയേണ്ടതില്ല.